ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം 37 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ആഴമേറിയ ഒരു ചിന്ത എന്നെ വളരെ ചിന്തിപ്പിക്കുകയും അത് ദൈവജനവുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വചനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക എന്നുള്ളത്. 37 സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണെന്ന് തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. ദാവീദ് പറയുകയാണ്, മുഷിയരുത്, അസൂയപ്പെടരുത്. അപ്പം മുഷിയാനും അസൂയപ്പെടാനും ഒത്തിരി കാര്യങ്ങൾ വരും. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് മുഷി ഉണ്ടാക്കും, അസൂയ ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാം ചെയ്യേണ്ട ഒന്ന്, ദൈവത്തിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. ആസാഫിൻ്റെ ജീവിതത്തിലും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് 73 സങ്കീർത്തനത്തിൽ അദ്ദേഹവും മുഷിഞ്ഞു, അസൂയപ്പെട്ടു. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നപ്പോൾ കാര്യത്തിൻ്റെ വ്യക്തത മനസ്സിലായി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പക്കൽ നമ്മുടെ വിഷയങ്ങൾ കൊണ്ടുവെക്കുക. മുഷിയോ അസൂയപ്പെടുകയോ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമ്മളെ എപ്പോഴും തകർക്കത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പകരം ദൈവത്തിൻ്റെ മുൻപാകെ വിഷയം കൊണ്ടുവെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു നേതാവായിരുന്നു മോശ. ദൈവവചനത്തിനകത്ത് മോശയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 25 ലക്ഷം ജനത്തെ ഒരു സാധ്യതയില്ലാത്ത വഴിയിലൂടെ നടത്തിക്കൊണ്ടുവന്ന പ്രതികൂലം, പ്രശ്നം ഇഷ്ടം പോലെ. ചെങ്കടൽ മുമ്പിൽ വരുന്നു, മരുഭൂമി മുമ്പിൽ വരുന്നു, ആഹാരമില്ല, വെള്ളമില്ല, തണുപ്പ്, ചൂട്, മരുഭൂമിയിൽ വിഷജന്തുക്കൾ, ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി സാമൂഹിക ഒത്തിരി പ്രശ്നങ്ങൾ തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് എവിടുന്ന് ഇറച്ചി കൊടുക്കും, ഇവർക്ക് എവിടുന്ന് വെള്ളം കൊടുക്കും, ഈ ചെങ്കടൽ എങ്ങനെ കടത്തും, എങ്ങനെ ഇവരെ കൊണ്ടുവന്ന് കനാനിലെത്തിക്കും, ഈ പ്രശ്നമെല്ലാം മോശയുടെ മുമ്പിൽ നിൽക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കി. അത്രേ പ്രശ്നം മോശയെ പ്രഷർ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ സ്തോത്രം, പാളയത്തിനകത്ത് പ്രൈസ് ദി ലോർഡ്, കോരഹ് തുടങ്ങിയ ആളുകൾ എഴുന്നേറ്റിട്ട് മോശയ്ക്കെതിരെ, നീ മാത്രമേ നേതാവുള്ളൂ, ഞങ്ങൾക്ക് എത്രയോ നേതാക്കന്മാർ, ഞങ്ങൾ നേതാക്കന്മാരാകല്ലോ. കോരഹ് പറയുമ്പോൾ ഞങ്ങളിൽ ലേവിയ കുടുംബത്തിലുള്ളതല്ല, ഞങ്ങൾക്കും നിന്നെപ്പോലെ കാര്യങ്ങൾ ചെയ്യാൻ അറിയത്തില്ലേ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനം. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന്, സ്തോത്രം, ആഹാരമില്ലാതെ വരുമ്പോൾ, ഒരല്പസമയത്തേക്ക് വെള്ളമില്ലാതെ വരുമ്പോൾ, ഒരു ചെങ്കടൽ കാണുമ്പോൾ ഞങ്ങളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഞങ്ങൾക്ക് അവിടെ മിസ്രൈമിൽ ഇഷ്ടം പോലും സാധ്യതകളുണ്ടായിരുന്നു, ഈ വഴിയിലേക്ക് ഞങ്ങളെ എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിക്കുന്ന മറ്റൊരു കൂട്ടർ. തൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, പ്രൈസ് ദി ലോർഡ്, താൻ എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലുണ്ട്. അപ്പോൾ തന്നെ അപ്പുറത്ത് സ്വന്തം കുടുംബത്തിനകത്ത് മിരിയാമും അഹരോനും കൂടി, നിന്റെ ഭാര്യ കറുത്തതാണ്, അവളെ സ്തോത്രം, നീ എന്തിന് വിവാഹം കഴിച്ചു, ഒരു കൂശ സ്ത്രീയെ എന്തിന് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് കൊണ്ടുവന്ന് കയറ്റി എന്ന് ചോദിക്കുന്ന തൻ്റെ കുടുംബാംഗങ്ങൾക്കകത്ത് നടക്കുന്ന പ്രശ്നം. ഇതെല്ലാം മോശയുടെ ജീവിതത്തെ ആകെ ആടി ഉലച്ചു.
മോശ ചെയ്തത് എന്താണെന്നറിയാം? മോശ മിരിയാമിനോടൊന്നും പറഞ്ഞില്ല, അഹരോനോടൊന്നും പറഞ്ഞില്ല. മോശ കോരഹനോടോ അബിദാവിനോടോ ഒന്നും പറഞ്ഞില്ല. മോശ പുറുകുറുക്കുന്ന ജനത്തെ നോക്കി അവരെ ശാസിക്കാനൊന്നും പോയില്ല. പകരം പാളയത്തിൻ്റെ പുറത്ത് ഒരു കൂടാരമടിച്ച് അവിടെ പോയി തൻ്റെ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു. പാളയത്തിൻ്റെ പുറത്തൊരു കൂടാരമടിച്ചു, അവിടെ എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം മോശ പറയും. സമൂഹത്തിൽ നോക്കുമ്പോൾ മോശ വലിയ വ്യക്തി. മോശയെ പോലൊരു നേതാവ് ഉണ്ടായിട്ടില്ല. അത്രയും ജനത്തെ നടത്താൻ എങ്ങനെ ഒരു മനുഷ്യന് കഴിയും? പക്ഷേ പാളയത്തിന് പുറത്ത് കൂടാരമടിച്ച് തൻ്റെ വിഷയങ്ങൾ മുഴുവൻ, തൻ്റെ കാര്യങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ പറയുന്ന ഒരു മോശ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കാം. ഒരുപക്ഷെ ഇതിൻ്റെ സുഹൃത്തിനൊന്നും അറിയത്തില്ലായിരിക്കാം, മറ്റുള്ളവരോട് പറഞ്ഞു ബോധ്യപ്പെടുത്തിയൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരിക്കാം, നിന്റെ ഹൃദയത്തിലെ ആശയങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള വാക്കുകളൊന്നും നിന്റെ കാണത്തില്ലായിരിക്കാം. മോശയെക്കുറിച്ച് അറിഞ്ഞാൽ വാക്ചാതുര്യമുള്ളവനല്ല. അവനൊരു വാക്ക് പറഞ്ഞു പറയണ ഒത്തിരി പാടാ. പക്ഷേ മോശ ദൈവത്തിന് മുമ്പ് ആകെ കാര്യങ്ങളെ കൊണ്ടുവച്ചപ്പോൾ ദൈവം അതിനെല്ലാം പരിഹാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ മുഷിയാതെ, ഹല്ലേലൂയ, അസൂയപ്പെടാതെ നിന്റെ കാര്യം യഹോവയുടെ മുമ്പാകെ കൊണ്ടുവെക്കുക. അങ്ങനെ ചെയ്താൽ എന്താണ് ഉണ്ടാകുന്നത് എന്നത് അവിടെ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനൊന്ന് നിർവഹിക്കുക. എന്ന് വെച്ചാൽ സ്തോത്രം, നീ ദൈവത്തിന് മുമ്പാകെ കാര്യങ്ങളെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ സ്തോത്രം, ദൈവം ആ വിഷയം ഏറ്റെടുക്കും. ദൈവത്തിനെ ആശ്രയിച്ച് ദൈവത്തെ ഭരമേൽപ്പിച്ചിട്ട് നീ മാറി നിന്നാൽ മതി. കർത്താവ് അത് നിവർത്തി. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 55:22 പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നോക്കണം, സ്തോത്രം. ഈ 55 സങ്കീർത്തനം വളരെ വിശദമായി വായിക്കേണ്ട ഒരു സങ്കീർത്തനമാണ്. സ്തോത്രം. ഈ സങ്കീർത്തനത്തിനകത്ത് ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നത്തിലൂടെ ദാവീദ് പോകുന്നത്. ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദാവീദ് പലതും പറയുന്നുണ്ട്. പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നു, ഞാൻ പറന്നു പോകുമായിരുന്നു. സ്തോത്രം. ഞാൻ ഓടിപ്പോകുമായിരുന്നു. സ്തോത്രം. ഇങ്ങനെ സ്തോത്രം, ഞാൻ ഓടാനും സ്തോത്രം പറക്കാനും ഒക്കെ, ഹല്ലേലൂയ, സ്തോത്രം, ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമി പോയി പാർക്കുമായിരുന്നു. ഇങ്ങനൊക്കെ സ്തോത്രം പറഞ്ഞിട്ട് സ്തോത്രം, ഇതൊന്നും തനിക്ക് കഴിയുന്നില്ല. പറക്കാനും പറ്റുന്നില്ല, ഓടാനും പറ്റുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ, ദൂരത്ത് പോകാനും ഒന്നും പറ്റുന്നില്ല. സ്തോത്രം. അവസാനം സ്തോത്രം, അദ്ദേഹം കണ്ടുപിടിച്ചൊരു മാർഗം 55:22 പറയുക, സ്തോത്രം, ഈ ഭാരം കൊണ്ട് ഓടണ്ട, ഭാരം കൊണ്ട് പറക്കണ്ട, അല്ല സ്തോത്രം, ഭാരം ദൈവത്തിൻ്റെ മേലെ വെച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം സ്തോത്രം, നിന്റെ കാര്യം ദൈവത്തെ ഭരമേൽപ്പിക്കുക, ദൈവത്തിൽ കൊണ്ട് വെക്ക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ കുലുങ്ങാതെ, നീ തകരാതെ ആ വിഷയം കർത്താവ് പരിഹരിച്ചു തരും. ആ ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ, ഞങ്ങളുടെ കാര്യങ്ങളെ ദൈവത്തിൽ ഭരമേൽപ്പിക്കുക ഞങ്ങളോട് പറഞ്ഞതിനായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, മുഷിയാനും അസൂയപ്പെടാനും ഒത്തിരി കാര്യങ്ങൾ വരും. ഓടിപ്പോകാനും ഓടിച്ചു കളയുവാനും പറന്നു പോകണമൊക്കെ ചിന്തകൾ വരുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഭാരം അങ്ങയുടെ മേൽ വെച്ചു വെക്കുമ്പോൾ സ്തോത്രം, ഭാരം, ഹല്ലേലൂയ, സ്തോത്രം, കാര്യങ്ങൾ അങ്ങയെ ഭരമേൽപ്പിച്ചു കഴിയുമ്പോൾ അങ്ങത് നിവർത്തിക്കും. കുലുങ്ങാതെ ഞങ്ങളെ നിർത്തും. വചനത്തിനായി സ്തോത്രം. ഈ വചനം കർത്താവ് ജനത്തിനു മുഴുവൻ അനുഗ്രഹമാകണമേ. കുലുക്കി കളയുന്ന സ്തോത്രം, തകർത്ത് കളയുന്ന, ഓടിച്ചു കളയുന്ന, ഹല്ലേലൂയ, ഏതെങ്കിലുമൊക്കെ മേഖലകൾ മനസ്സിൽ ആരുടെയെങ്കിലും ഉള്ളിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ജനത്തെ വിടിവിക്കണം. അനുഗ്രഹത്തോടെ നടത്തണം. ഈ പ്രഭാതം എല്ലാ മേഖലയിലും അനുഗ്രഹമാകണം. വചനം കൊണ്ട് ഞങ്ങളെ നിറച്ചു കൊടുത്തു സ്തോത്രം. അനുഗ്രഹിച്ചു കൊടുത്തു സ്തോത്രം.
മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ്.